രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു കേസായിരുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസ്. ഈ കേസിൽ ഇപ്പോൾ NIA കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. 2ാം പ്രതി സജിൽ, 3ാം പ്രതി MK നാസർ, 5ാം പ്രതി നജീബ് എന്നിവർക്ക് ജീവപര്യന്തം തടവാണ് ശിക്ഷ വിധിച്ചത്. അതേസമയം 9ാം പ്രതി നൌഷാദ്, 11ാം പ്രതി മൊയ്തീൻ കുഞ്ഞ്, 12ാം പ്രതി അയൂബ് എന്നിവർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചു. UAPA നിയമം, ഭീകരപ്രവർത്തനം, ഗൂഢാലോചന, വധശ്രമം, സ്ഫോടക വസ്തു കൈവശം വയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ശിക്ഷ. പ്രതികൾ നഷ്ടപരിഹാരമായി 4 ലക്ഷം രൂപ ടി.ജെ. ജോസഫിന് നൽകേണ്ടി വരും. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൃത്യമാണെന്നായിരുന്നു NIA കണ്ടെത്തൽ. ഈ പ്രതികൾ യാതൊരു ദയയും അർഹിക്കുന്നില്ല എന്നും NIA ചൂണ്ടിക്കാട്ടി. കേസിൽ ഭീകരപ്രവർത്തനം തെളിഞ്ഞു എന്ന് NIA കോടതി പറഞ്ഞു. 2ാം ഘട്ട വിചാരണയിൽ പ്രതികളായ 5 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. ഷഫീഖ്, അസീസ് ഓടക്കാലി, മുഹമ്മദ് റാഫി, TP സുബൈർ, മൻസൂർ എന്നിവരെയാണ് വെറുതെ വിട്ടത്. കുറ്റകൃത്യത്തിൽ ഇവരുടെ പങ്ക് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം കേസിൽ 1ാം പ്രതിയായ സവാദ് ഒളിവിലാണ്. സവാദ് വിദേശത്താണ് എന്നാണ് പറയപ്പെടുന്നത്. 2010 ജൂലൈ 4-നാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ചോദ്യപേപ്പർ തയ്യാറാക്കിയതിൽ മതനിന്ദ ആരോപിച്ചായിരുന്നു ആക്രമണം നടന്നത്. കേസിൽ ആദ്യം അറസ്റ്റിലായ 31 പ്രതികളുടെ വിചാരണ 2015 മെയ്യിൽ പൂർത്തിയാക്കി 13 പ്രതികളെ ശിക്ഷിച്ചിരുന്നു. അതിനുശേഷം അറസ്റ്റിലാവുകയും കീഴടങ്ങുകയും ചെയ്ത 11 പ്രതികളുടെ വിചാരണയാണ് ഇപ്പോൾ പൂർത്തിയായി വിധി പറഞ്ഞിരിക്കുന്നത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോവുകയും ആദ്യഘട്ട വിചാരണയ്ക്ക് ശേഷം അറസ്റ്റിലാവുകയും ചെയ്ത പ്രതികളെയാണ് ഇപ്പോൾ 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊലപാതക ശ്രമം, രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായ പ്രവർത്തനം, ഗൂഢാലോചന, ഭീകര സംഘടനയിൽ അംഗമാകൽ, ആയുധ നിയമം എന്നിവയാണ് സജിൽ, നാസർ, നജീബ് എന്നിവർക്കെതിരെയുള്ള പ്രധാന കുറ്റങ്ങൾ. ടി.ജെ. ജോസഫിനെ ആക്രമിച്ച സംഘത്തിലെ അംഗമായിരുന്നു സജിൽ. ആക്രമിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും MK നാസർ ആയിരുന്നു അവരെ നിയന്ത്രിച്ച സൂത്രധാരൻ. കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവുണ്ടായിട്ടും വിവരം നൽകിയില്ല, പ്രതികളെ സംരക്ഷിക്കൽ, ഗൂഢാലോചന എന്നിവയാണ് നൌഷാദ്, മൊയ്തീൻ കുഞ്ഞ്, അയൂബ് എന്നിവർക്കെതിരെ കണ്ടെത്തിയ കുറ്റകൃത്യങ്ങൾ.